ഗോപൻ സ്വാമിയുടെ സമാധി പൊളിക്കലുമായി അല്ലെങ്കിൽ സമാധി തുറന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പുറത്തെടുക്കണമെന്നുള്ള രീതിയിലുള്ള വലിയ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നൊരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായിട്ടുള്ള നന്ദനടക്കം പറഞ്ഞിരുന്നു, ചില വിശ്വാസ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട സംഘടനകളുമായി, പ്രത്യേകിച്ച് ഹിന്ദു സംഘടനകളുമായി ബന്ധപ്പെട്ട് കൂടിയാലോചിച്ച ശേഷം അതിലേക്കൊരു തീരുമാനത്തിലേക്ക് എത്താമെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ആ രീതിയിൽ ഒരു പ്രതികരണവുമായി ഈ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമായ ഒരു പ്രതിനിധി എൻ കെ ശശി എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടി ചേരുകയാണ്. ചേട്ടാ, ഇക്കാര്യത്തിൽ എന്താണ് ഈ ഒരു സംഘടനയുടെ, അല്ലെങ്കിൽ ഒരു സംഘടന എന്നുള്ളതല്ല, ഹിന്ദു വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്നുള്ള പ്രതിനിധി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ താങ്കളെ കാണുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്ക്, അല്ലെങ്കിൽ ഈ ഒരു നടപടികളെ എങ്ങനെ നേരിടാനാണ് സംഘടനയുടെ തീരുമാനം? ആറാലുമൂട് പ്രദേശത്ത് ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഒരാൾ സമാധിയായി എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരുപാട് വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ വിവാദങ്ങളുടെ ശാസ്ത്രീയതയും അശാസ്ത്രീയതയിലേക്കും ഞാൻ കടക്കുന്നില്ല. ഈ ഗോപൻ സ്വാമികളെ വർഷങ്ങൾ കൊണ്ട് എനിക്കറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം എൻ്റെ വീട്ടിൽ വരുന്ന ആളാണ്. അദ്ദേഹം വരുന്ന അവസരത്തിലൊക്കെ എന്നോട് സംസാരിക്കുന്നത് ആത്മീയ വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ സന്യാസിമാർ ധ്യാനത്തിലിരിക്കുന്ന ഒരു സ്ഥലമാണ് മരുത്വാമല. അവിടെ ഒരു ആശ്രമവുമായി ബന്ധമുണ്ടെന്ന് ഏതാണ്ട് ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഗോപൻ സ്വാമി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഒരു വിശ്വാസിയാണ്, ഈ സന്യാസത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, സന്യാസിയായി ജീവിക്കുന്ന ഒരാളാണ് എന്നാണ് എനിക്ക് അടിസ്ഥാനപരമായി അദ്ദേഹത്തിനെ കുറിച്ചുള്ള വിവരം. ഇവിടെ നടന്ന ഈ വിഷയത്തിൽ ഈ നിയമപരമായി എന്ത് കാര്യങ്ങളുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് പറയുവാൻ ഞാൻ തയ്യാറല്ല. നിയമപരമായി എന്താണോ വേണ്ടത് അത് സർക്കാരിനും കോടതിക്കുമൊക്കെ അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകണം. ആ വിഷയത്തിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന വിഷയം ഗോപസ്വാമി സമാധിയായി, ആ സമാധിയെ ഞങ്ങൾ അംഗീകരിക്കില്ല, സമാധി എന്ന് പറയുന്നത് കാടത്തമാണ് എന്ന് പ്രചരണം നടത്തുന്ന ആളുകളുണ്ട്. അതിൽ ഞാനിവിടെ ഇന്നലെയും മിനിങ്ങാന്നും വന്ന അവസരത്തിൽ ഇവിടെ വന്നത് കൂടുതൽ പോപ്പുലർ ഫ്രണ്ടുകാരാണ്. അവരാണ് ഇത് കേരളമാണ്, ഇവിടെ നടക്കില്ല, ഗുജറാത്തിൽ മാത്രമേ ഇത് നടക്കുള്ളൂ എന്ന് പറയുന്ന ഒരു വീരവാദം സംഘടിതമായി ഇവിടെ വന്ന് ആരോപണം ഉന്നയിച്ചത്. ആ ആരോപണത്തിനെ, ആ വാദത്തിനെ അംഗീകരിക്കാൻ ഞങ്ങളാരും തയ്യാറല്ല. ചേട്ടാ, ഞാൻ ഇടപെടുകയാണ്. അതായത് ഇതിനെ ഒരു വർഗീയവൽക്കരിക്കുന്ന രീതിയിലേക്ക് പോകാനായിട്ട് ഞാനൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അദ്ദേഹം ഒരു യോഗാചാര്യനാണ്. ഞാൻ നിങ്ങളുടെ വിശ്വാസങ്ങളെ, ആചാര പ്രമാണങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. നിരവധി സമാധികൾ ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിനെ കാട്ടി ഒരു പക്ഷേ പുകഴ്പ്പെട്ട അല്ലെങ്കിൽ പേര് കൊണ്ട് ഒരുപാട് യോഗാചാര്യന്മാരുണ്ടായിരുന്ന നാടാണ് നമ്മുടെ. പക്ഷെ അത്തരത്തിൽ ഈ ഒരു പ്രദേശവാസികളാവട്ടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അലിഗേഷൻ ഉണ്ടാകുമ്പോൾ നിയമപരമായി അതിനൊരു പോസ്റ്റ്മോർട്ടം നടപടി എന്നുള്ളതിനപ്പുറം നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊരു ഒരു മനസ്സിലാക്കൽ ഇക്കാര്യത്തിൽ ഉണ്ടാവണ്ടേ? അല്ല, അത് വേണം, തീർച്ചയായിട്ടും വേണം. കാരണം ഈ ഒരു തർക്കം വന്നതുകൊണ്ട് ഈ വിഷയത്തിനെ സംബന്ധിച്ച് ഒരു സുതാര്യത വരുത്തേണ്ടത് ആവശ്യമാണ്. അത് നിലവിലുള്ള നിയമമനുസരിച്ച് ഏത് തരത്തിലാണോ ആ വിഷയം നിയമപാലകർ ചിന്തിക്കുന്നത് ആ വിഷയത്തിനോട് നമ്മൾ യോജിച്ചു. പക്ഷേ ഈ സമാധിയെയും സന്യാസിവര്യന്മാരെയും അധിക്ഷേപിച്ചുകൊണ്ട് ബഹളം ഉണ്ടാക്കുകയും അക്രമാസക്തരാവുകയും ചെയ്യുന്നതിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ ഒക്കില്ല. ഇനി എന്തായാലും ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസമടക്കം സംഘടന ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു വിശ്വാസ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വേണ്ട ഒരു ബഹുമാനം കൊടുക്കാതെ ഒരു ഏകാധിപത്യമായിട്ടുള്ള നിലപാടാണ് പോലീസ് സ്വീകരിച്ചതെന്നാണ് പല സംഘടനകളും പറഞ്ഞത്, വിശ്വാസ സംഘടനകൾ പറഞ്ഞത്. ആ രീതിയിൽ ഇനി അതിനെ ഈ പറഞ്ഞതുപോലെ ഒരു 2 മക്കളെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ചർച്ചകൾ നടന്നൊരു സാഹചര്യമൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട്. അതിനെ ഇനി ഒരു സമവായത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ അതിനോടൊപ്പം നിൽക്കാൻ തന്നെയാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ പറഞ്ഞ് ഒരു പരിധിവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് പോലീസ് സ്റ്റേഷനകത്താവട്ടെ അല്ലെങ്കിൽ അതിനകത്ത് ഈ സമവായം എന്ന് പറയുന്ന അവസരത്തിൽ ഈ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാരുടെ അടുത്ത് നിങ്ങൾ സമവായത്തിന് തയ്യാറാകണമെന്ന് പറയുമ്പോൾ അവർക്ക് മാനസികമായി അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ഒരു സമവായത്തിന് അല്ല പ്രസക്തി, മറിച്ച് നിയമപരമായ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു പരാതി ഇങ്ങനെ വന്നിരിക്കുന്ന സ്ഥിതിക്ക് അത് ശാസ്ത്രീയമായി അത് എന്താണ് എന്ന് തെളിയിക്കാൻ സർക്കാരും പോലീസും ശാസ്ത്രവും തയ്യാറാകണം. അതിനകത്ത് ഞങ്ങളെതിരല്ല. നമ്മളോടൊപ്പം മകൻ നന്ദൻ കൂടി ചേരുകയാണ്. ചേട്ടാ, ഇന്നലെ കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ശരിക്കും എന്താണ് നിങ്ങളോട് ആവശ്യപ്പെട്ടത്? അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഒരു വലിയൊരു വിവാദങ്ങളിലേക്ക് പോകാതെ ഒരു എല്ലാവർക്കും കൂടെ ഒരു സമവായത്തിലെത്തി, അല്ലെങ്കിൽ ഒരു ഐക്യകണ്ഠേന പൊരുത്തപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളൊരു ചർച്ചകളായിരുന്നു അവിടെ നടന്നത്. ശരിക്കും എന്തായിരുന്നു ഈ പോലീസ് സ്റ്റേഷൻ ശരിക്കും ഏത് രീതിയിലുള്ള ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചത്? താങ്കളോട് പറഞ്ഞത്
ഞാനിപ്പോൾ പറഞ്ഞു തരാം. ആർ ഡി ഒ ഫസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ആർ ഡി ഒ ഫസ്റ്റിൽ വന്നിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു സമാധിയായ സ്ഥലത്ത് എന്താണ് ഇത്ര പ്രശ്നം വരാനായിട്ടുള്ള കാരണം? സമാധിയായ സ്ഥലത്ത് അതൊരു ഹിന്ദുവിൻ്റെ അമ്പലം ഉണ്ടായ ഹിന്ദുവിൻ്റെ അമ്പലം ഉണ്ടായിരുന്ന ലൈവാണോ? ശരി ശരി, അദ്ദേഹം തുടരുകയാണ്. ഒരു കുടുംബത്തിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു മകൻ വന്നതാണ്. തുടർന്നോളൂ. ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുവിൻ്റെ അമ്പലത്തെ ഇപ്പം എന്ത് പറയാം, മനസ്സേ പോയി. കുഴപ്പമില്ല, സമയം എടുത്ത് പറഞ്ഞോളൂ, പ്രശ്നമില്ല. ഞാൻ ചോദിച്ചത് എനിക്ക് കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ ആർ ഡി ഒ ഇപ്പോൾ വന്ന സ്ഥിതിക്ക്, അതായത് ഒരു സമാധിയായ ഒരു അമ്പലത്തിൽ, അതായത് ഹിന്ദുവിൻ്റെ അമ്പലത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവാനായിട്ടുള്ള കാരണം, അത് എന്താണ് ഇത്രയും പ്രശ്നം ഉണ്ടാവാനായിട്ടുള്ള കാരണം, ഇത് ആർ ഡി ഒ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടില്ല. അത് തെറ്റായിട്ടുള്ള ഒരു കാരണമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കളക്ടർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കളക്ടർ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ അടുത്തോ അമ്മയുടെ അടുത്തോ എന്താണ് ഇവിടെ ഇത്രയും പ്രശ്നം രൂക്ഷമാകാനായിട്ടുള്ള കാരണം അതുപോലും ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടില്ല. ഇവിടെ വന്നിട്ട് അത് വിട്ട് സ്റ്റേഷനിൽ പോയിട്ടും ഞങ്ങളടുത്ത് ഈ സമാധി സ്ഥലത്ത് ഇത്രയും പ്രശ്നം വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് അവർ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടില്ല. ഇത് ആദ്യഘട്ടത്തിലുണ്ടായ പ്രശ്നങ്ങളാണ്. ഇതിനുശേഷം ഇതൊരു വലിയ വിവാദമായപ്പോൾ കഴിഞ്ഞ ദിവസമുള്ള നിലപാടുകൾ ഒരു മാറ്റം ഉണ്ടായില്ല. 4 വർഷത്തിന് മുന്നേ ഇവർ ഞങ്ങളുടെ മുസ്ലിങ്ങൾ ആ നാഗരുടെ കാവ് പൊളിച്ചു മാറ്റാനായിട്ട് അവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും മുതലേ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ആ ഒരു രീതിയിലേക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർ ഇല്ല ഞാൻ പറയും കാര്യം എന്താണെന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ സമാധി കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റിൽ വരുന്നതെന്ന് പറഞ്ഞാൽ മുസ്ലിം ഗുണ്ടകളാണ് ഇതിനകത്ത് കയറി വരുന്നത്. മുസ്ലിം ഗുണ്ട, അത് ഞങ്ങൾ അറിയാൻ പാടില്ലാത്ത ഒരാളാണ്. ഞങ്ങൾ മുസ്ലിമാണെന്ന് അത് മനസ്സിലാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സംസാരവും അവരുടെ വേഷവിധാനം കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും അറിയാൻ പറ്റും. അങ്ങനെ ഒരാൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ അദ്ദേഹത്തോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്. നമുക്കറിയാം, ഇതുപോലെ സമാധി എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിൽ കൂടെ കടന്നു പോയിട്ടുള്ള, അല്ലെങ്കിൽ ആ രീതിയിൽ മരണം കൈവരിച്ച, അല്ലെങ്കിൽ പറയുന്ന അതിൻ്റെ വാക്കുകൾ എന്താണെങ്കിലും എനിക്ക് അത് കൃത്യമായി അറിയുന്ന ആൾക്കാർ നിങ്ങളാണ്. ഞാൻ ചോദിക്കുന്നൊരു കാര്യം, ഒരുപക്ഷേ ഇതിന് ബന്ധപ്പെട്ട അധികാരികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിയിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷേ ഒരു വിവാദം ഉണ്ടായിട്ടില്ലല്ലോ. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു സമാധി കല്ലറ പൊളിക്കണം എന്നുള്ളൊരു നടപടിയിലേക്ക് പോലീസും നിയമപാലകരും കടക്കുന്നത് ഇതിലുണ്ടായ ചില അലിഗേഷൻ്റെ ഭാഗമായിട്ടാണ്. അതിന് നിയമപരമായിട്ട് ആ ഒരു നടപടിയല്ലാതെ അവരുടെ മുന്നിൽ മറ്റു മാർഗ്ഗങ്ങളില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ട കൂടെ സാഹചര്യമില്ലേ? ഞാൻ പറഞ്ഞുതരാം. ഈ സമാധിയാകുന്നതിന് 3 ദിവസത്തിന് മുന്നേ തന്നെ അമ്മയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ സമാധിയാകുമെന്ന് ഞങ്ങൾക്ക് മുന്നേറിയായിട്ട് അറിയാമായിരുന്നു. അച്ഛൻ പറഞ്ഞിരുന്നു, ഏകദേശം 3 ദിവസം മുൻപ് തന്നെ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ? ഇവിടെ വഴിയുടെ തർക്കത്തിൽ വന്നിട്ട് ആ വിശ്വംഭരൻ എന്ന് പറഞ്ഞ ഒരാളിന് ഈ വസ്തു കൊടുക്കാനായിട്ട് അവിടെ വന്ന സമയത്ത് അതിലേക്കൂടെ വഴി വേണമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഞാൻ സമാധി ഇരിക്കുന്ന സ്ഥലമാണ്, ഇത് ധ്യാനത്തിന് ഇരിക്കുന്ന സ്ഥലമാണ്, അത് ഞാൻ എൻ്റെ പ്രായമാകുമ്പോൾ സമാധി ഇരിക്കാനുള്ള സ്ഥലമാണ് എന്ന് അവരുടെ അടുത്ത് അജിതയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മെമ്പറാണ്. അപ്പോൾ അങ്ങനെ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഞാൻ ചോദിക്കുന്നൊരു കാര്യം, ഇനി മുന്നോട്ടുള്ളൊരു നിലപാട് എന്താണ്? ഇതൊരു ഒന്നിച്ച് ഈ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നല്ലേ ശരിക്കും എന്തുകൊണ്ട് നല്ലത്? ഞാൻ പറഞ്ഞല്ലോ, ഒരു ആചാരങ്ങളെയൊക്കെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. പക്ഷേ അതിന് മുന്നിൽ ഇല്ല, ഞാൻ മനസ്സിലായി. നിയമത്തിന് മുന്നിൽ പക്ഷേ മറ്റു വഴികളില്ലല്ലോ. അതൊന്ന് ഒരു ഐക്യകണ്ഠന ഒത്തുപോകേണ്ട ഒരു സാഹചര്യം കൂടി ഇല്ലേ? അതിനെ ഒരു ഇനിയുള്ള രീതി എന്താണ് ശരിക്കും? അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ നിയമപരമായിട്ട് ഏത് രീതിയിൽ നേരിടാനാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ